നമുക്കെല്ലാവർക്കും അറിയാം ഒരു സ്റ്റഡി റൊട്ടീൻ എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം. കാരണം നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള സ്റ്റഡി റൂട്ടീൻ ഫോളോ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമ്മുടെ പഠനം കൂടുതൽ പ്രൊഡക്റ്റീവ് ആവുന്നതും എഫിഷ്യൻ്റ് ആയിട്ട് മാറുന്നതൊക്കെ. സോ ഒരു സ്റ്റഡി റൂട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇനി തൊട്ടൊരു സ്റ്റഡി റൂട്ടീനൊക്കെ ഫോളോ ചെയ്ത് പഠിക്കാം എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ദിസ് ഇസ് ദ ബെസ്റ്റ് സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറഞ്ഞ് ഒരു ടൈം ടേബിളും ആർക്കും പറയാൻ പറ്റില്ല. കാരണം നമ്മളൊക്കെ ഡിഫറെൻ്റ് ആണ്. എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സമയമായിരിക്കണമെന്നില്ല നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇതാണ് ഏറ്റവും നല്ല സ്റ്റഡി ടൈം ടേബിൾ അല്ലെങ്കിൽ ഏറ്റവും നല്ല സ്റ്റഡി റൊട്ടീൻ എന്ന് പറഞ്ഞ് ഒന്നും ആർക്കും തന്നെ ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമുണ്ട്. അതായത് ഒരു ബെസ്റ്റ് സ്റ്റഡി റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു വഴിയുണ്ട്. അതായത് നമ്മുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നല്ല സ്റ്റഡി ടൈം ടേബിൾ ആണ് എപ്പോഴും ഏറ്റവും നല്ലത്. സോ അതെങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഒരു ബെസ്റ്റ് സ്റ്റഡി റൊട്ടീൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ വീഡിയോ നമ്മൾ 2 പാർട്ട്